ഇന്ന് നമുക്ക് അഞ്ജനയെ പരിചയപ്പെടാം. ഹനുമാൻ്റെ അമ്മ. ഐതിഹ്യത്തിൽ പറയുന്നത് അഞ്ജന പുഞ്ചികസ്ഥല എന്ന അപ്സരസ്സായിരുന്നു. ഭൂമിയിൽ വാനര രാജകുമാരിയായി ജനിച്ച് വാനര മേധാവിയായ കേസരിയെ വിവാഹം കഴിച്ചു. വായുദേവനായ വായുശിവൻ്റെ ദിവ്യശക്തി കൊണ്ട് അഞ്ജനയുടെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് ഹനുമാൻ ജനിച്ചതെന്നാണ് പറയുന്നത്. അതുകൂടാതെ പുഞ്ചികസ്ഥയ്ക്കും ശാപം കിട്ടി, അമ്മയായി. അതിസുന്ദരിയാണല്ലോ അപ്സരസ് എന്നൊക്കെ പറഞ്ഞാൽ അതിസുന്ദരികളാണ്, കന്യകമാരായിരിക്കും. ദുർവാസാവ് ഒരിക്കൽ ഇന്ദ്രനെ സന്ദർശിച്ച സമയത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ പുഞ്ചികസ്ഥല ഇന്ദ്രസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ നടന്നപ്പോഴത്തേക്കും അനാവശ്യമായി ശ്രദ്ധ തിരിക്കലിന് കാരണമായി എന്നാണ് പറയുന്നത്. ഉടനെ തന്നെ എന്നൊക്കെ ഈ ശാപവും മോക്ഷവും ഇതൊക്കെ തന്നെ പണി. ഇത് കണ്ടപ്പോൾ ഋഷി ദുർവാസാവിന് ദേഷ്യം വന്നു. ഉടനെ ശപിച്ചു, ഒരു ശാപം അങ്ങോട്ട് കൊടുത്തു. അപ്സര കന്യകയാണല്ലോ, അമ്മയാകട്ടെ എന്നായിരുന്നു ശാപം. ഇത് വേറെയും ഐതിഹ്യമുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഇന്ദ്രൻ്റെ അടുത്ത് ദുർവാസാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദേവലോകത്ത് അപ്സര കന്യകളൊക്കെ ധാരാളം ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ പുഞ്ചസ്ഥല വന്നു ഇടക്ക് നോക്കി ഈ ദുർവാസാവിനെ നോക്കി ചിരിച്ചു എന്നാണ് പറയുന്നത്. ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ശ്രദ്ധ തിരിച്ചപ്പോഴാണ് ശാപം കൊടുത്തത്. ഇതെന്താണ്, ദുർവാസാവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദുർവാസാവിൻ്റെ ശ്രദ്ധ തെറ്റി. അതായിരുന്നു പറയുന്നത്. പുഞ്ചിരിച്ച് മാത്രമേ കാണുള്ളേ. ഉടനെ നമ്മളൊക്കെ അറിയാണ്ടൊക്കെ ചിരിച്ചൊക്കെ പോകുമല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ ചിരിച്ചൊക്കെ പോകുമല്ലോ. അപ്പോൾ ദേ പുഞ്ചികസ്ഥലയ്ക്ക് ദുർവാസാവിനെ നോക്കി ചിരിച്ചപ്പോഴത്തേക്കും ദുർവാസാവിന് കോപം വന്നു. ദുർവാസാവ് ശപിച്ചു, ഭൂമിയിൽ കുരങ്ങനായി പോട്ടെ എന്നും പറഞ്ഞ്. അതെന്താണ്, ദുർവാസാവ് വിചാരിച്ചിട്ടുണ്ടാകും ദുർവാസാവിനെ പരിഹസിച്ച് ചിരിച്ചതാണെന്നു. പാവം എന്താ ചെയ്യണല്ലേ പുഞ്ചസ്ഥല. പിന്നെ അത് ശാപമോക്ഷത്തിനായിട്ടൊക്കെ പറയുമായിരിക്കും. പിന്നെയുള്ള കഥകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇതാണ് ഹനുമാൻ്റെ അമ്മ അഞ്ജന. അപ്സര കന്യകയായിരുന്നു, ശാപം കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഐതിഹ്യങ്ങൾ അങ്ങനെ നീണ്ടു പോകും. കുപ്പുകയോടെ ലക്ഷ്മി ശിവ്.